കസ്തൂരി മഞ്ഞൾ തീർച്ചയായിട്ടും മുഖക്കുരുവിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗം തന്നെയാണ്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും തീർച്ചയായിട്ടും പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ മുഖക്കുരു വരാനുള്ള ചില സംഗതികളും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതല്ലേ. ആ കാരണങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ മുഖക്കുരു വരാതിരിക്കുന്നതിന് തീർച്ചയായിട്ടും സഹായിക്കും. ഓക്കെ, എന്നിട്ടും മുഖക്കുരു വരുന്നവരാണെങ്കിൽ നമുക്ക് ഈ കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ചുള്ള ചെറിയൊരു പൊടിക്കൈയും കൂടെ പറഞ്ഞുതരാം. ഈ മുഖക്കുരുവിന് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ മുഖദൂഷിക എന്നാണ് സംസ്കൃത പദം. പേര് വരാനുള്ള സംഗതി തന്നെ ഈ മുഖത്തെ ചർമ്മത്തില് അടിഞ്ഞുകൂടുന്ന ആ ഇൻഫെക്ഷൻ, ആ ദുഷിച്ച പദാർത്ഥങ്ങൾ പുറത്തേക്ക് പ്രവഹിക്കുക, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ചർമ്മത്തിന് നമ്മുടെ ശരീരത്തിലെ വിയർപ്പ് ഗ്രന്ഥികൾ വഴി ശരീരത്തിലെ വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു അവയവം കൂടിയാണ് ചർമ്മം. നമ്മുടെ ശരീരത്തിൽ ഭക്ഷണപദാർത്ഥങ്ങൾ ദഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വേസ്റ്റ് പുറത്തേക്ക് തള്ളുന്നത് 3 രീതിയിലാണ്: വിയർപ്പിലൂടെയും, മലത്തിലൂടെയും, മൂത്രത്തിലൂടെയും. പക്ഷേ അതിനൊരു അളവും കണക്കൊക്കെ ഉണ്ട്. അത് പരിധി വിട്ട് കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ ആവും. അതാണ് ഈ മുഖദൂഷിക എന്ന് വിളിക്കുന്ന മുഖക്കുരു, ആക്ടിൻ, പിമ്പിൾസ് എന്നൊക്കെ നിങ്ങൾ വിളിക്കില്ലേ. ഇത് ഈ സംഗതിയാണ്. അപ്പൊ അത് തടയാനായിട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം, അറിഞ്ഞിരിക്കണം. ശരീരത്തിൽ അമിതമായിട്ട് വിയർപ്പ് ഉണ്ടാകുക, എന്നിട്ട് അത് പുറത്തേക്ക് പ്രവഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം നിങ്ങൾ അമിതമായിട്ട് ക്രീമുകളും ഒക്കെ ഉപയോഗിക്കുന്ന ആ പോഴ്സ് ഒക്കെ, ക്ഷീരങ്ങളൊക്കെ അടച്ചു വെക്കുന്നു. അപ്പൊ അതുവഴി പുറത്തേക്ക് ശരീരത്തിന്റെ ആ വിയർപ്പ് പുറത്തേക്ക് പ്രവഹിക്കുന്ന ആ മാർഗങ്ങൾ നിങ്ങൾ തടയാണ്. ആ സ്രോതോരോധം അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു. അത് മുഖദൂഷിക അല്ലെങ്കിൽ മുഖക്കുരുവായിട്ട് സംഭവിക്കുന്നു. എല്ലാവർക്കും അല്ല, ഒരു പരിധി കൂടുതൽ വിയർപ്പുള്ളവരും വിയർപ്പ് ഗ്രന്ഥികൾ വഴിയുള്ള വിയർപ്പ് പുറത്തേക്ക് പ്രവഹിക്കുന്ന സുഷിരങ്ങൾ നിങ്ങൾ അടച്ചു വെക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് ഇൻഫെക്ഷൻ ആവുന്നു, മുഖക്കുരാവുന്നത്. ഓക്കെ, അതൊരു തരം. ഇനി നിങ്ങൾ കഴിക്കുന്ന ആഹാരം, ഭക്ഷണം ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു, അതിന്റെ നല്ല പാർട്ട് അബ്സോർബ് ചെയ്യുന്നു, വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നു, മലത്തിലൂടെയാണ് പ്രധാന പങ്കും. കൂടാതെ യൂറിനായിട്ടും വിയർപ്പായിട്ടും പുറത്തേക്ക് പ്രവഹിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് തന്നെ നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാവാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഭക്ഷണം, പ്രത്യേകിച്ച് കൊഴുപ്പടങ്ങിയ ഭക്ഷണം, രക്തദുഷ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണം, ഇതൊക്കെ കൂടുതലായിട്ട് രക്തധാതുവിനെയും പിത്തദോഷത്തെയും വർദ്ധിപ്പിക്കുന്നതായ, ദുഷിപ്പിക്കുന്നതായ ഭക്ഷണങ്ങൾ ഒരു പരിധി കൂടുതൽ കഴിക്കുമ്പോൾ അത് ഈ രക്തദുഷ്ടി ഉണ്ടാക്കുന്നു, പിത്തദോഷത്തെ വർദ്ധിപ്പിക്കുന്നു. എന്നിട്ട് അത് പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യുന്നത് മലമായിട്ടും വിയർപ്പായിട്ടും മൂത്രത്തിലൂടെയാണ്. അതിയായിട്ടുള്ള പ്രവർത്തനം. എന്നാൽ വേണ്ടത്ര ഇപ്പൊ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, അല്ലെങ്കിൽ യൂറിൻ ബ്ലോക്കേജ് ഉണ്ടാവുന്നുണ്ട്, അപ്പൊ പിന്നെ മൂന്നാമത്തെ മാർഗം വിയർപ്പ് ഗ്രന്ഥിയാണ്. ഓക്കെ, ഈ രീതിയിലും അവിടേക്ക് കൂടുതലായിട്ട് മലം പ്രവഹിക്കുന്നത് കൂടുതലായിട്ട് സംഭവിക്കാം. മലം എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റൂൾ അല്ല, ദഹന പ്രക്രിയയുടെ ഭാഗമായി ഉണ്ടാകുന്ന വേസ്റ്റ് പാർട്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. മലം എന്ന സംസ്കൃത പദം നിങ്ങൾ സ്റ്റൂൾസിനെ ആയിട്ട് മാത്രം കാണരുത്. വിയർപ്പും മലമാണ്, മൂത്രവും മലമാണ്, മലവും മലമാണ്. ചുരുക്കി പറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം സ്ഥിരമായിട്ട് കൂടുതലായിട്ടുള്ളവർ മുഖക്കുരു വരാനുള്ള സാധ്യത കൂടുതലാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നിത്യേന സുഖമായിട്ട് ശോധന ലഭിക്കണം. അപ്പൊ ശോധനയ്ക്ക് തടസ്സമാകുന്ന തരം ഭക്ഷണ രീതികൾ ഒഴിവാക്കണം. ചില ദേഹപ്രകൃതി അനുസരിച്ച്, ഇനി അതല്ലെങ്കിൽ പാരമ്പര്യ ഘടകങ്ങൾ അനുസരിച്ച് പൈൽസിന്റെ ബുദ്ധിമുട്ടുള്ളവര്, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവര്, മലബന്ധം ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അവര് വീണ്ടും മലത്തെ പിടിപ്പിക്കുന്ന, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്ന തരം സംഗതികൾ കഴിച്ചുകൊണ്ടിരുന്നാൽ ഇവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. അത് ഈ മുഖക്കുരു വർദ്ധിപ്പിക്കാനായിട്ട് ഒരു കാരണമാണ്. മറ്റു പല കാരണങ്ങളിൽ ഒന്ന് മാത്രം. ഒക്കെ ശോധന ലഭിക്കുന്നതിന് സഹായകരമായ ഭക്ഷണ രീതികളും ജീവിത രീതികളുമാണ് ഇവർ തുടരേണ്ടത്. കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഴങ്ങൾ ധാരാളം കഴിക്കണം, നാരുകൾ കൂടുതലുള്ള പച്ചക്കറികൾ ധാരാളം കഴിക്കണം, വെള്ളം ധാരാളമായിട്ട് കുടിക്കുന്നത് ശീലമാക്കണം. മലബന്ധത്തെ പറ്റി മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് ഒക്കെ ഇവിടെ ഐ ബട്ടണിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഇവിടെ എൻ സ്ക്രീനിൽ ഉണ്ടാവും, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് സ്ത്രീകളെ സംബന്ധിച്ച് ആർത്തവ രക്തം, ശരീരത്തിലുണ്ടാകുന്ന ഇമ്പ്യൂരിറ്റീസ് എല്ലാ മാസവും ക്ലിയറിംഗ്, ക്ലെൻസിംഗ് നടക്കണം. അത് നാച്ചുറൽ ആയിട്ട് ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വഴിയാണ്. അപ്പോൾ ആർത്തവ ക്രമക്കേടുകൾ വളരെ ഡിലേഡ് ആയിട്ട്, ലേറ്റ് ആയിട്ട് മാസമുറ ഉണ്ടാകുന്നവരെ, അതുപോലെ ആർത്തവ ചക്രത്തിൽ കുറച്ച് ദിവസം മാത്രം അളവ് കുറവ്, ഇത്തരം പ്രശ്നങ്ങളുള്ള സ്ത്രീകൾക്കും ഈ മുഖക്കുരു കൂടുതൽ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹോർമോൺ തകരാറുകളും മുഖക്കുരു വരുന്നതിന് കാരണമാകുന്നുണ്ട്. നിങ്ങൾ കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ അധികമായിട്ട് ഭക്ഷിച്ചാൽ, അതായത് വെണ്ണയും നെയ്യും തൈരും ഇത്തരം കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ, അതുപോലെ മാംസാഹാരങ്ങളും എണ്ണയിൽ വറുത്ത സംഗതികളും ജങ്ക് ഫുഡും ഒക്കെ ധാരാളമായിട്ട് കഴിക്കുന്നവർക്കും മുഖക്കുരു ഉള്ളവരാണെങ്കിൽ അത് കൂടാനായിട്ട് കാരണമാകുന്നുണ്ട്. അതുപോലെ ശരീരത്തിലെ വിദാഹം, ഉൾപ്പുഴുക്കം, ശരീരത്തിൽ ചൂട് കൂട്ടുന്ന, രക്തധാതുവിനെ ദുഷിപ്പിക്കുന്ന, പിത്തദോഷത്തെ വർദ്ധിപ്പിക്കുന്ന സംഗതികളാണ് കോഴിമാംസവും പോത്തിറച്ചിയും കോഴിമുട്ടയും ഉപ്പും എരിവും പുളി എണ്ണയ്ക്ക് ധാരാളമുള്ള അച്ചാറ്, അതുപോലെ കട്ടത്തൈര്, ഇത്തരം സംഗതികളും. കട്ടത്തൈര് പുറമെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. മുഖത്ത് പല ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തൈര് ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ തൈര് ഉള്ളിലേക്ക് കഴിച്ചാൽ തൈര് ചൂടാണ്. അത് ഈ രക്തദുഷ്ടി ഉണ്ടാക്കുന്നു, പിത്തദോഷത്തെ വർദ്ധിപ്പിക്കുന്നു. അതുവഴി നിങ്ങൾക്ക് മുഖക്കുരു വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ, വെണ്ണ, നെയ്യ്, തൈര്, കട്ടത്തൈര്, അച്ചാറ്, എണ്ണ പലഹാരങ്ങൾ, മത്സ്യമാംസാദികൾ കൂടുതലായിട്ട് മുഖക്കുരു ഉണ്ടാവുന്നവരാണെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കുക. എന്നിട്ട് വെള്ളം ധാരാളം കുടിക്കുക. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കുക. പഴങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് പപ്പായയും മാതളവും ഓറഞ്ചും കിവി ഫ്രൂട്ടും ചെറുനാരങ്ങയും അതുപോലെ കടും പച്ച നിറത്തിലുള്ള ഇലക്കറികളും ഒക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ആ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റിയും തിളക്കവും സോഫ്റ്റ്നെസ്സും ഒക്കെ നിലനിർത്തുന്നതിന് സഹായകരമാകുന്നു. നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ശരീരത്തിൽ അമിതമായിട്ട് കുമിഞ്ഞുകൂടുന്ന ആ കൊഴുപ്പിനെ ഇല്ലാതാക്കുന്നതിനും പുറത്തേക്ക് പ്രവഹിപ്പിക്കുന്നതിനും സഹായകരമാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കൊഴുപ്പ് കുറയ്ക്കുക, നാരുകൾ അടങ്ങിയ ആഹാരങ്ങളും പഴവർഗ്ഗങ്ങളും ധാരാളമായിട്ട് കഴിക്കുക, അതുപോലെ വെള്ളം ധാരാളമായിട്ട് കുടിക്കുന്നതും തീർച്ചയായിട്ടും ഇതിന് സഹായകരമാകും. അപ്പോൾ കോൺസ്റ്റിപ്പേഷനും ആർത്തവ ക്രമക്കേടുകളും അമിതമായിട്ട് കൊഴുപ്പടങ്ങിയ ആഹാരങ്ങളും മുഖക്കുരു വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ്, ഈ ഹോർമോൺ
ഹോർമോൺ തകരാറുകളും ആർത്തവ ക്രമക്കേടുകളും ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ നേരിട്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടതായ കഷായ ഔഷധങ്ങൾ നിശ്ചയിച്ച് അതും കൂടെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുന്നത് മുഖക്കുരു നിയന്ത്രിച്ചു നിർത്തുന്നതിന് തീർച്ചയായിട്ടും സഹായകരമാവും. ഇനി നമുക്ക് കസ്തൂരി മഞ്ഞൾ എങ്ങനെ പ്രയോഗിക്കണം എന്ന് പറയാം. അപ്പൊ അതിനായിട്ട് ഫ്രഷ് ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ വീടുകളിൽ നട്ടു വളർത്തുകയാണെങ്കിൽ ഏറ്റവും ഉചിതം അത് തന്നെയാണ്. ഇനി അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങാടി മരുന്ന് കടകളിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ വാങ്ങിക്കാനും കിട്ടും. അത് കടും മഞ്ഞ നിറത്തിലുള്ളതല്ല, ഒരു ഇളം പെയിൽ കളറോട് കൂടിയ മഞ്ഞരാശിയോട് കൂടിയതാണ് കസ്തൂരി മഞ്ഞൾ. ഇനി അതും പറ്റില്ലെങ്കിൽ കസ്തൂരി മഞ്ഞളുടെ ചൂർണം വാങ്ങിക്കാൻ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫേസ് പാക്ക്, മുഖക്കുരു തടയുന്നതിനുള്ള ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് കസ്തൂരി മഞ്ഞൾ ഫ്രഷ് ആയിട്ട് കിട്ടിയതാണെങ്കിൽ നന്നായി. ഇനി അതല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളുടെ ചൂർണം വാങ്ങിയത് റോസ് വാട്ടർ പനിനീരിൽ ചേർത്ത് ചാലിക്കണം. നന്നായിട്ട് അരച്ചെടുക്കാം. കസ്തൂരി മഞ്ഞൾ പനിനീര് ചേർത്ത് അരച്ചെടുക്കുകയോ ഇനി കസ്തൂരി മഞ്ഞൾ ചൂർണമാണ് കിട്ടുന്നതെങ്കിൽ അത് പനിനീരിൽ നന്നായിട്ട് ചേർത്ത് ചാലിച്ചെടുത്തിട്ട് വെയിലത്ത് വെച്ച് ഒന്ന് ചൂട് പിടിപ്പിക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ചാലിച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പൊ അതിനു മുൻപായിട്ട് ചെറുപയർ പൊടി ഉപയോഗിച്ചോ കടലമാവ് ഉപയോഗിച്ചോ നമ്മുടെ മുഖം നന്നായിട്ട് ഒരു സ്ക്രബ് ഉപയോഗിക്കുന്ന പോലെ ഉരച്ച് കഴുകി തുടച്ചതിന് ശേഷം ഒരു 10-20 മിനിറ്റ് സമയം കഴിഞ്ഞാൽ കഴുകി കളയാനായിട്ട് ഇതുപോലെ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ കടലമാവും, ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ ചെറുപയർ പൊടിയും ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഇതിനെ പതിവായിട്ട് ശീലിക്കുന്നത് നല്ല മൃദുമുള്ള ചർമ്മം ഉണ്ടാകുന്നതിനും ആ കലകളും സ്കിൻ ടാനും ഒക്കെ മാറുന്നതിന്, അതുപോലെ ചുളിവ് നിയന്ത്രിക്കുന്നതിന്, ആ ഇലാസ്റ്റിസിറ്റി സോഫ്റ്റ്നെസ് ഒക്കെ നിലനിർത്തുന്നതിന്, പ്രധാനമായിട്ട് മുഖക്കുരുവിനെ തടയുന്നതിനും സഹായകരമാകുന്നു. ശുദ്ധമായ കസ്തൂരി മഞ്ഞൾ കിട്ടാനായിട്ട് ശ്രമിക്കുക. കഴിയുമെങ്കിൽ നട്ടു വളർത്തുകയായിരിക്കും തീർച്ചയായിട്ടും നല്ലത്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഡോക്ടർ സേവ്യർ.